നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കൈലിയാറ് ചെറുമുളയൻകാവ് ക്ഷേത്രത്തിലെ കാളവേലയ്ക്കിടെ ഉണ്ടായ സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസുകാരൻ മനോജിന് മർദ്ദനമേറ്റു. മനോജിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് കൈലിയാട് സ്വദേശികളായ 7 പേരെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കണ്ടാലറിയുന്ന 25 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അത്താണി റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഭൂമി ടൂറിസം വകുപ്പിന്റെ 70.6 ലക്ഷം രൂപ ചെലവിൽ മനോഹരമായ വി പാർക്കായി മാറുന്നു. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. കഫേ, കളിസ്ഥലങ്ങൾ, ബാഡ്മിന്റൺ കോർട്ടുകൾ എന്നിവയുൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് പാർക്ക് നിർമ്മിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കുന്നംകുളത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലായി അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച താലൂക്ക് ആസ്ഥാന മന്ദിരം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. 5338 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 4 നിലകളിലായി നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ മന്ദിരത്തിൽ 11 പ്രധാന സർക്കാർ ഓഫീസുകൾ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിൽ പ്രവർത്തിക്കും. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തോടനുബന്ധിച്ച് പള്ളിക്കൽ ദേശം സംഘടിപ്പിച്ച സാംസ്കാരികം 2026 സംഗമം രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകൻ ഗോപി ചക്കുന്നത്തിന് പ്രഥമ പള്ളിക്കൽ ഭഗവതി ക്ഷേത്ര പുരസ്കാരം നൽകി ആദരിച്ചു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച കലാകാരന്മാരെയും മുതിർന്ന വ്യക്തികളെയും ആദരിച്ചു.